ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ LDC 2024 ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്താൽ മതി. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുള്ളത് ചിലത് നോക്കാം. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നു, എക്സ്പാൻഷൻ ഓഫ് ETC. പലർക്കും തെറ്റുന്നതാണ് അല്ലേ? അപ്പോൾ നോക്കൂ, ETCയുടെ എക്സ്പാൻഷൻ എന്താണ്? ETCയുടെ എക്സ്പാൻഷൻ ഇതാണ്, എക്സിട്ര. ETC അറിയാത്തവരുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ എക്സ്പാൻഷൻ അറിയണ്ടാവില്ല. ഇതൊരു ലാറ്റിൻ വാക്കാണ്. ET, അതുപോലെ തന്നെ CETERA, ഇതാണ് ആ ലാറ്റിൻ വാക്ക്. ഇത് വരുന്നത് എന്തെല്ലാമാണ്? ആൻഡ് സോ ഓൺ എന്നൊരർത്ഥമുണ്ട് ഇതിന്. അല്ലെങ്കിൽ നമുക്ക് ആൻഡ് അതർ തിങ്സ് അതും പറയാം. ആൻഡ് അതർ തിങ്സ്, ഇത് രണ്ടും ഇതിൻ്റെ അർത്ഥമാണ്. ഇത് രണ്ടുമാണ് അതിൻ്റെ അർത്ഥം. മറക്കണ്ട, എക്സിട്ര എന്ന് പറഞ്ഞാൽ ETC ആണ്. ETCETERA എന്നാണ്. ETC എന്ന് തന്നെയാണ് ആദ്യം വരുന്നത്. പലരും ഇതായിരിക്കും ചൂസ് ചെയ്തത്, തെറ്റാണ്. എക്സ്ട്രായും തെറ്റാണ്, ഇതും തെറ്റാണ്. ETCETERA. അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ചിർപ്പ്. ചിർപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കലപില ശബ്ദമാണ്. പക്ഷികളുടെ ചിലക്കലിനെയാണ് ചിർപ്പ് എന്ന് പറയുന്നത്. ആ പക്ഷികൾ ഉണ്ടാക്കുന്ന സൗണ്ട്, അതിനെയാണ് ചിർപ്പ് എന്ന് പറയുന്നത്. ടിറ്റർ എന്ന് പറഞ്ഞാൽ ഇത്തരം സൗണ്ടുകളുടെ അതിന് പറയുന്ന നൗണാണ്. ഇതൊരു വെർബാണ്, ഇത് നൗണാണ്. നമുക്കറിയാം, ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് മെസ്സേജസ് ആണ് ട്വീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒരു ഗ്രൂപ്പാണ്. എന്നാൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേൺ ഓർ ബെൻഡ് എനിത്തിങ് ആണ്. എന്തെങ്കിലും ഒരു സാധനം ടേൺ ചെയ്യുകയോ ബെൻഡ് ചെയ്യുകയോ, ഒരു ട്വിസ്റ്റ് ഉണ്ട്, കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ, ഒരു ടേണിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് ആണ് അവിടെ ഓഡ് മാൻ ഔട്ട്. അത് മറ്റു മൂന്നിനോടും ഒന്നിച്ച് നിൽക്കുന്നില്ല. ലെറ്റസ് പ്ലേ ഫുട്ബോൾ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി ആണ്. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൾ വി ആണ്. ലെറ്റസ് കണ്ടാൽ നിങ്ങൾക്ക് സംശയമില്ലാതെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് എന്ത് കൊടുക്കാം? ഷാൾ വി കൊടുക്കാം. ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ. ഇവിടെ ഹൂ സേവ്ഡ് ദ ചിൽഡ്രൻ എന്നാണ് വരിക. എന്താ അങ്ങനെ വരാൻ കാരണം? ഇത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഏതെല്ലാമാണ് റിലേറ്റീവ് പ്രൊനൗൺ? ഹൂ, ഹും, ഹൂസ്, വിച്ച്, ദാറ്റ്, ഇതൊക്കെ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. സാധാരണയായിട്ട് പേഴ്സൺസ് വരുമ്പോൾ, ആളുകൾ വരുമ്പോൾ അവർക്ക് പകരം ഉപയോഗിക്കുന്നതാണ് ഈ ഹൂ. ദാറ്റ് ഉപയോഗിക്കട്ടെ, പേഴ്സൺസിന് പകരം എന്തുപയോഗിക്കാം? ദാറ്റും ഉപയോഗിക്കാം. ഈ പേഴ്സൺ തന്നെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഹൂ ഉപയോഗിക്കുക. പിടികിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ അതിനെക്കുറിച്ച് പഠിക്കും. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ, എന്താണ് റിലേറ്റീവ് ക്ലോസ് എന്നുള്ളത് നമ്മൾ ഇപ്പം തന്നെ പഠിക്കുന്നുണ്ട്. ഡോണ്ട് വറി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ ഹൂ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ്. ഹൂ, ഹുമ്മും ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഉപയോഗിക്കാം. ഹൂസ് പൊസസീവായിട്ടും ഉപയോഗിക്കും. അതേസമയം അനിമൽസോ തിങ്സോ ആണെങ്കിൽ വിച്ചാണ് ഉപയോഗിക്കുക, വിച്ച് ഉപയോഗിക്കും. അവിടെ ഒബ്ജക്റ്റിന്റെ ഭാഗത്തും വിച്ച് തന്നെ ഉപയോഗിക്കുക. അവിടെയും പൊസസീവ് വരുമ്പോൾ ഹൂസാണ് ഉപയോഗിക്കുക. എന്നാൽ ഇതിനൊക്കെ പകരം അനിമൽസിനോ പേഴ്സൺസിനോ തിങ്സിനോ ഒക്കെ പകരം നമുക്ക്, നോൺ ലിവിങ് തിങ്സിനൊക്കെ പകരം നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. അതിന്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഫോം ദാറ്റ് ആണ്. അപ്പൊ എന്തിനാണ് റിലേറ്റീവ് ക്ലോസസ് ഉപയോഗിക്കുന്നത്? റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത് റിലേറ്റീവ് ക്ലോസസിലാണ്. എന്തിനാണ് റിലേറ്റീവ് ക്ലോസസ് ഉപയോഗിക്കുന്നത്? പ്യൂപ്പിളിനെ കുറിച്ചിട്ടോ ആളുകളെ കുറിച്ചിട്ടോ, ഒന്നിന്റെ സബ്ജക്റ്റ് ആയിട്ടോ ഒബ്ജക്റ്റ് ആയിട്ടോ വരുന്ന ഒരു കാര്യത്തിന്റെ ആളുകളെ കുറിച്ചോ തിങ്സിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ലോർഡ് തോംസൺ ഹൂ ഈ 76 ഹാസ് ജസ്റ്റ് റിട്ടയേർഡ്. ആ സെന്റൻസ് ഇത്രയേ ഉള്ളൂ ശരിക്കും. ലോർഡ് തോംസൺ ഹാസ് ജസ്റ്റ് റിട്ടയേർഡ്. പക്ഷെ അവിടെ ലോർഡ് തോംസണെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ലോർഡ് തോംസൺ. എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വെർബ് ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആ വെർബ് പെർഫോം ചെയ്യുന്നത് ആരാണ്?
അതിനെയാണ് ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ലോർഡ് തോംസൺ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അപ്പോൾ ആ സെന്റൻസിൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതാണ് കണ്ടു ഇവിടെ ഹൂ ഈസ് 76 എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അവിടെ ആ ഹൂ സ്റ്റാൻഡ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലോർഡ് തോംസന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അതാണ് ഒരു നൗണിന് പകരം നിൽക്കുന്നതാണല്ലോ പ്രൊനൗൺ. ഇവിടെ ലോർഡ് തോംസന്റെ പകരം നിൽക്കുന്നതുകൊണ്ട് ആ ഹൂനെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് വിളിക്കും. അവിടെ ലോർഡ് തോംസൺ സബ്ജക്റ്റ് ആയതുകൊണ്ടും ഒരു പേഴ്സൺ ആയതുകൊണ്ടും പേഴ്സണിന് പകരമാണ് ഹൂ ഉപയോഗിക്കുക. അവിടെ ഹൂ എന്ന് ഉപയോഗിച്ചു. ഇനി അടുത്തത് നോക്കൂ, ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജാക്ക് ബിൽറ്റ്. അവിടെ ഒരിക്കലും ഹൂ ജാക്ക് ബിൽറ്റ് എന്ന് പറയില്ല. കാരണം ദിസ് ഈസ് ദ ഹൗസ്, ഇവിടെ ഹൗസിനെ കുറിച്ചാണ് പറയുന്നത്. ആണോ? അല്ല, ആ ഹൗസിനെ കുറിച്ചാണ് പറയുന്നത്. ഹൗസ് എവിടെയാണ് വരുന്നത്? ഇവിടെ ഹൗസ് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. എങ്ങനെയാണ് മനസ്സിലാക്കാൻ നമുക്ക് നോക്കൂ. ആരാണ് അവിടുത്തെ വെർബ്? ബിൽറ്റ് ആണ്. ആ ബിൽറ്റ് എന്ന് പറയുമ്പോൾ ആര് ബിൽറ്റ് ചെയ്തു? ജാക്ക് ബിൽറ്റ് ചെയ്തു. ജാക്ക് ബിൽറ്റ് ചെയ്തു, അതുകൊണ്ട് ജാക്കാണ് അവിടുത്തെ സബ്ജക്റ്റ്. ബിൽറ്റ് എന്താണ് അവിടെ? എന്താണ് അവിടെ ബിൽറ്റ് എന്ന് പറയുന്നത്? അവിടെ വെർബാണ്. എന്താണ് ജാക്ക് ബിൽറ്റ് ചെയ്തത്? ഹോമാണ്. അതിന് പകരം ഹൗസാണ്. അതിന് പകരമാണ് അവിടെ വിച്ച് നിൽക്കുന്നത്. ഹൗസിന് പകരം അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ വിച്ച് കൊടുക്കുന്നു. വിച്ച് സബ്ജക്റ്റ് ആകുമ്പോഴും ഒബ്ജക്റ്റ് ആകുമ്പോഴും നമ്മൾ വിച്ച് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ലിവിങ് തിങ് അല്ലാത്തത് കൊണ്ടാണ്, പേഴ്സൺ അല്ലാത്തത് കൊണ്ടാണ് അവിടെ വിച്ച് കൊടുത്തത്. ഇപ്പൊ നോക്കൂ, മേരി ക്യൂറി ഈസ് ദ വുമൺ ദാറ്റ് ഡിസ്കവേർഡ് റേഡിയം. അവിടെ നോക്കുക, ഇവിടെ മേരി ക്യൂറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. മേരി ക്യൂറി ഡിസ്കവേർഡ് റേഡിയം. അവിടെ മേരി ക്യൂറി ഈസ് ദ വുമൺ ഹു ഡിസ്കവേർഡ് റേഡിയം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന് പകരം ദാറ്റ് ഉപയോഗിക്കാം. അതായത് ഇതിനൊക്കെ പകരം, ഹൂനും വിച്ചിനും ഒക്കെ പകരം അധിക സന്ദർഭങ്ങളിൽ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ റിലേറ്റീവ് പ്രൊനൗണിൽ ഹൂ ഒരു പേഴ്സണെ റെഫർ ചെയ്യുന്നു. അത് ആ വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, ഹുമ്മ് ഒരു പേഴ്സണെ റെഫർ ചെയ്യുന്നു. അത് വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഹൂവും ഹുമ്മും പേഴ്സണ് പകരം നിൽക്കുന്നതാണ്. എന്നാൽ വിച്ച് അനിമലിനോ തിങ്ങിനോ പകരം നിൽക്കും, സബ്ജക്റ്റ് ആവുമ്പോഴും ഒബ്ജക്റ്റ് ആവുമ്പോഴും. വാട്ടും നോൺ ലിവിങ് തിങ്സിന് പകരം നിൽക്കും. ദാറ്റ് പേഴ്സണോ അനിമലോ തിങ്ങോ ഇതിനൊക്കെ പകരം നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൂസ് ഉണ്ട്, അത് പൊസസീവ് ആണ്. ഹൂന്റെയും വിച്ചിന്റെയും പൊസസീവ് ഫോമാണ് ഹൂസ്. ദിസ് ഈസ് ജോർജ് ഹൂസ് ബ്രദർ വെന്റ് ടു സ്കൂൾ വിത്ത് മീ. എൻ്റെ ഒപ്പം സ്കൂളിലേക്ക് വന്നത് ആരാണ്? ജോർജിന്റെ ബ്രദറാണ്. ജോർജിന്റെ, അവിടെ എൻ്റെ എന്ന് വരുന്നതാണ് പൊസഷൻ. ജോർജിന്റെ പേന, ജോർജിന്റെ കാറ്, ജോർജിന്റെ സഹോദരൻ, അയാൾക്ക് പൊസസ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആ പൊസസീവ് ഫോമിൽ വരുമ്പോൾ ഇവിടെ കണ്ടു, ഹൂന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹൂസ് ആണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹും ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഒരു പേഴ്സന്റെ സൂചിപ്പിക്കുമ്പോൾ അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹും ഉപയോഗിക്കും. ദിസ് ഈസ് ജോർജ് ഹും യു മെറ്റ് അറ്റ് അവർ ഹൗസ് ലാസ്റ്റ് ഇയർ. അവിടെ നോക്കൂ, യു മെറ്റ് ജോർജ് ആണ്. യു മെറ്റ് ജോർജ്. അവിടെ ആ ജോർജിന് പകരമാണ് ഹും നിൽക്കുന്നത്. അപ്പൊ ഹും യു മെറ്റ് ജോർജ് എന്ന് പറയാം. അവിടെ ആ വെർബ് നോക്കിയാൽ മതി. ആ വെർബ് ആരെ പെർഫോം ചെയ്യുന്നത്? നിങ്ങളാണ്, ജോർജ് അല്ല. യു മെറ്റ്. പക്ഷേ അതിൻ്റെ ആരെയാണ് നിങ്ങൾ കണ്ടത്? ജോർജിനെയാണ്. അപ്പോൾ അത് ഒബ്ജക്റ്റ് ആയി മാറി. അപ്പോൾ അവിടെ ഹുമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ജോർജ് ബ്രദർ വിത്ത് ഹും ഐ വെന്റ് ടു സ്കൂൾ. നോക്കൂ, അവിടെയും ഹുമാണ്. ദിസ് ഈസ് ജോർജ് ബ്രദർ. ഇവിടെ ഹും നിൽക്കുന്നത് ജോർജിന്റെ ബ്രദറിന് പകരമാണ്. അവനുമായിട്ടാണ് ആ സ്കൂളിൽ പോയത്. അപ്പോൾ ഹും പലപ്പോഴും വിത്തിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും വരും. അപ്പോൾ മനസ്സിലാക്കുക, ഹൂനും വിച്ചിനും പകരം നമുക്ക് പൊസസീവ് ഫോം ഹൂസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് നോക്കാം. ഇഫ് ഐ വേർ യു ഐ ഡാഷ് ജംപ് ഓഫ് ദ റോക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് വരിക എന്നുള്ളതാണ് ചോദ്യം. ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്, ഇഫ് ക്ലോസ് ആണ്. ആ ഇഫ് ക്ലോസിൽ വെർബിന്റെ ഫോമായ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ് വരിക. ശ്രദ്ധിക്കുക, ഇവിടെ വേർ എന്ന് പറഞ്ഞാൽ V2 ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് തന്നെയാണ് വേർ. അത് V2 ഫോം ആണ്.
അപ്പോൾ വുഡ് പ്ലസ് V1 ആണ് വരിക. അതുകൊണ്ട് ഐ വുഡിൻ്റെ ജമ്പ്, അവിടെ നോട്ട് കൂടി വന്നു, ഐ വുഡിൻ്റെ ജമ്പ് ഓഫ് ദ റോക്ക്. അവിടെ കറക്റ്റ് കണ്ടില്ലേ, ഇവിടെ ജമ്പ് എന്ന് പറയുന്നതാണ് വെർബ്. വുഡ് പ്ലസ് V1 ആണ്, വുഡ് പ്ലസ് നോട്ട് പ്ലസ് V1 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഇഫ് ക്ലോസിന്റെ ഫോമുകൾ ഓർക്കുക? ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വില്ലോ ഷാളോ മോഡൽ ഓക്സിലറീസ് പ്ലസ് V1 വരും. ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരും. കണ്ടോ? ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. ഇത്രയും സിമ്പിൾ ആണിത്. ഇഫ് ക്ലോസിൽ V1 വന്നാൽ ഇഫിൽ ഏത് വെർബാണ് വന്നിരിക്കുന്നത്, വെർബിന്റെ ഏത് ഫോമാണ് വന്നിരിക്കുന്നത് ചോദിക്കുക. വെറും V1, അതായത് വില്ലും ഷാളും ഒന്നുമില്ല, വെറും V1 മാത്രമേ വന്നിട്ടുള്ളൂ വെച്ചാൽ നിങ്ങൾ മെയിൻ ക്ലോസിൽ എന്തുപയോഗിക്കണം? വിൽ പ്ലസ് V1 ഉപയോഗിക്കണം. ഇത്രയേ വേണ്ടുള്ളൂ. അതേസമയം മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഫ് ക്ലോസിൽ വെറും V1 ഉപയോഗിക്കണം. ഇനി ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ഉപയോഗിക്കണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. നേരെ തിരിച്ച് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വന്നാൽ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് കുറച്ച് എക്സാമ്പിൾ. ഇഫ് ഐ സ്റ്റഡി, ഇവിടെ ഇഫ് ക്ലോസിൽ V1 ആണ് വന്നിട്ടുള്ളത്. V1, V2, V3. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ആ സ്റ്റഡി എന്നുള്ള വെർബിന് 5 ഫോം ഉണ്ട്. സ്റ്റഡി V1, സ്റ്റഡീഡ് V2, സ്റ്റഡീഡ് V3, പിന്നെ സ്റ്റഡീസ് S ഫോം, സ്റ്റഡിയിങ് ING ഫോം. അപ്പോൾ ഇവിടെ V1 ആണ് വന്നിരിക്കുന്നത്. ഇഫ് ക്ലോസിൽ V1 S ഫോമോ വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. കണ്ടോ? വിൽ പാസ്, വിൽ പ്ലസ് V1 ഫോം. പാസ്ഡ് ഒന്നും വരില്ല, V1 ആണ് വരിക, വിൽ പാസ്. ഇഫ് ക്ലോസിൽ ഇഫ് ഐ സ്റ്റഡീഡ്, ഇവിടെ V2 ഫോം ആണ് വന്നിട്ടുള്ളത്. അപ്പൊ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, കണ്ടോ? വുഡ് പ്ലസ് V1 ആണ് വരിക. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ, കണ്ടോ? ഹാഡ് പ്ലസ് V3 ഫോം. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരിക. സിമ്പിൾ ആണ്. ഇപ്പൊ ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം തന്നിട്ടുണ്ട്. ഇഫ് ഐ ഡാഷ് എന്നിട്ട് സ്റ്റഡി എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ്, കാരണം ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ഫോം വന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടാവും ഇഫ് ഐ വാസ് എന്ന് പറഞ്ഞില്ല, ഇഫ് ഐ വേർ യു എന്ന് പറഞ്ഞു. എപ്പോഴും ഹിപ്പോത്തറ്റിക്കൽ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കല്പികമാണ്. ഞാൻ നീയായിരുന്നെങ്കിൽ, സാങ്കല്പികമായി ഇങ്ങനെ പറയുമ്പോൾ ഐ വേർ എന്നാണ് പറയേണ്ടത്, ഐ വേർ എന്നാണ് പറയേണ്ടത്. ഐ വാസ് എന്ന് പറയേണ്ട, ഇഫ് ഐ വേർ യു. നല്ല ശ്രദ്ധിക്കുക. അപ്പൊ ഇഫ് ഐ വാസ് യു എന്നുള്ളത് തെറ്റാണ്. അവിടെ ഉപയോഗിക്കേണ്ട ഫോം ഇഫ് ഐ വേർ യു എന്നാണ്. അടുത്ത വീണ്ടും ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതേ ചോദ്യ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നു. ലെറ്റസ് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ടാഗ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷാൽ ബി ആണ് ഉപയോഗിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ടാഗ് കൂടി വന്നു, എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്. എന്താണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വരിക ഡോണ്ട് ദേ എന്നാണ് ആൻസർ വരിക. എങ്ങനെ വന്നു നമുക്ക് നോക്കാം. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ് ഇവിടെ. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോയോ നെവറോ അല്ലെങ്കിൽ നെയ്തറോ ഇങ്ങനെ നെഗേഷനെ ബന്ധപ്പെടുന്ന ഒന്നും വന്നിട്ടില്ല. നോ, നെയ്തർ, നോറൊക്കെ വരുമ്പോൾ ആണ്, സ്കേഴ്സിലി ഒക്കെ വരുമ്പോഴാണ് അത് നെഗറ്റീവ് സെന്റൻസ് ആവുക. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് നോക്കൂ ഇവിടെ ഡോണ്ട് ദേ ആണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്താണ് നെഗറ്റീവ് ആണ്, പക്ഷെ ഇതൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് പറയാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഷീ ഈസ് എ ഡോക്ടർ. അപ്പോൾ അവിടെ നോക്കൂ ഈസ് ഇൻഡ് ഷീ. അവിടെ എന്താ വന്നിട്ടുള്ളത്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വന്നിട്ടുള്ളത്. കണ്ടോ? നോട്ട് ഈസ് ഇൻഡ് ഷീ. ഈസ് പ്ലസ് നോട്ടാണ് ഈസ് ഇൻഡ് എന്ന് പറയുന്നത്. യെസ്റ്റർഡേ വാസ് സോ മച്ച് ഫൺ. കണ്ടോ? അതും പോസിറ്റീവ് സെന്റൻസ് ആണ്. അവിടെ ഒരു നോ കാണിക്കുന്ന ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വാസ് ഇൻഡ് ഇറ്റ് നെഗറ്റീവ് വന്നു. കണ്ടോ? വാസ് പ്ലസ് നോട്ട് വന്നു. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഉപയോഗിക്കുക, നേരെ തിരിച്ച്. അപ്പോൾ അവിടെ നോ വേണ്ട. ഹി ഈസ് ഇൻഡ് ദർ, അവിടെ നോട്ട് വന്നു. ഹി ഈസ് നോട്ട് ദർ. അപ്പൊ എന്താ വന്നത്? ഈസ് ഹി. കണ്ടോ? ക്വസ്റ്റ്യൻ ടാഗിൽ നോ വന്നില്ല. ദ ട്രെയിൻസ് ആർ നെവർ ഓൺ ടൈം. അവിടെ നെവർ വന്നുകൊണ്ട് ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ ആർ ദേ, അവിടെ നോ വന്നില്ല, നോട്ടോ വന്നില്ല. നോബഡി ഹാസ് കാൾഡ് ഫോർ മീ. നോബഡി വന്നതുകൊണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഹാവ് ദേ എന്നേ വന്നുള്ളൂ. അവിടെ
പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിന് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും. അതായത് സെന്റൻസിൽ നോ, നെയ്തർ, നെവർ, നോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ഉപയോഗിക്കേണ്ട. എന്നാൽ സെന്റൻസിൽ നെവറോ അതുപോലെ തന്നെ നോട്ടോ അതല്ലെങ്കിൽ നോറോ എന്താ പറയുക പ്രിസൈസ് സ്കാൾസിലിയോ അങ്ങനെ വന്നാൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും, അവിടെ നോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുക? ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത് ഹെൽപ്പിംഗ് വെർബും പ്രൊനൗൺ ഉപയോഗിച്ചും കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഐ ഡോണ്ട് നീഡ് ടു ഫിനിഷ് ദിസ് ടുഡേ. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഏതാ അതിൽ വന്നിട്ടുള്ളത്? ഡു ആണ്. അപ്പൊ ഡു വെച്ചു, ആ ഹെൽപ്പിംഗ് വെർബിനെ കണ്ടെടുത്തു. ഇനി അവിടുത്തെ പ്രൊനൗൺ ഏതാണ്? ഐ, ഡു ഐ, അത്രേ വേണ്ടുള്ളൂ. ഈ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ്. ജെയിംസ് ഈസ് വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പോൾ അവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഈസ് വർക്കിംഗ് ആണ്. അടുത്ത ഹെൽപ്പിംഗ് വെർബ് ഈസ് ആണ്, ആ ഈസിനെ കണ്ടെടുത്തു. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണം. അപ്പൊ ഈസ് പ്ലസ് നോട്ട്, അതാണ് ഈസിൻ്റെ. ഈസ് പ്ലസ് നോട്ട് ആണ് എന്ത്? ഈസിൻ്റെ. ഈസിൻ്റെ ഹി. യുവർ പാരൻസ് ഹാവ് റിട്ടയേർഡ്. ഇവിടെ നോക്കാം, ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ്, ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഹാവ് റിട്ടയേർഡ് ആണ്. ഹെൽപ്പിംഗ് വെർബ് ഹാവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, എവിടെയും നോയോ അതല്ലെങ്കിൽ നെയ്തറോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗേഷനും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അവിടെ നോട്ട് വേണം. അപ്പോൾ ഹാവ് പ്ലസ് നോട്ടാണ് ഹാവിൻ്റെ. ഇനി അവിടുത്തെ പ്രൊനൗൺ എന്താണ് നോക്കണം. യുവർ പാരൻസ് ആണ്. അപ്പൊ യുവർ പാരൻസ്, അതിന് പകരം നിൽക്കുന്ന പ്രൊനൗൺ ദേ ആണ്, ഹാവിൻ്റെ ദേ. ദ ഫോൺ ഡിഡിന്റ് റിംഗ്. അവിടെ നമുക്കറിയാം അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഡിഡ് ആണ്. ഡിഡിന്റ് റിംഗ് ആണ് അവിടുത്തെ വെർബ്. അപ്പോൾ അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഡിഡ് ആണ്, ആ ഡിഡ് ഇങ്ങോട്ടെടുത്തു. ഇനി അവിടെ നോട്ട് വന്നിട്ടുണ്ട്, സെന്റൻസിൽ നോട്ട് വന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണ്ട. അപ്പോൾ അവിടെ നോട്ട് വേണ്ട. പിന്നെ പ്രൊനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഫോൺ ആണ്. ഫോണിന് പകരം നിൽക്കുന്ന പ്രൊനൗൺ ഇറ്റ് ആണ്, ഡിഡ് ഇറ്റ്. ഇറ്റ് വാസ് റെയിനിങ് ദാറ്റ് ഡേ. അവിടുത്തെ വെർബ് വാസ് റെയിനിങ് ആണ്, അതിലെ ഹെൽപ്പിംഗ് വെർബ് വാസ് ആണ്. സെന്റൻസിൽ നോട്ട് ഇല്ലാത്തതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബിൽ നോട്ട് വേണം. അപ്പോൾ വാസ് പ്ലസ് നോട്ടാണ് വാസിൻ്റെ. പിന്നെ അവിടുത്തെ പ്രൊനൗൺ ഇറ്റ് ആണ്, വാസിൻ്റെ ഇറ്റ്. യുവർ മം ഹാഡിൻ്റെ മെറ്റ് ഹിം ബിഫോർ. അവിടുത്തെ വെർബ് ഹാഡിൻ്റെ മെറ്റാണ്. അവിടുത്തെ ഹെൽപ്പിംഗ് വെർബായിട്ടുള്ള ഹാഡ് എടുത്തു. ഇനി സെന്റൻസിൽ നോട്ട് വന്നതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണ്ട. അവിടുത്തെ സബ്ജക്റ്റ് യുവർ മം ആണ്. അതിന് പകരം നിൽക്കുന്ന പ്രൊനൗൺ ഷീ ആണ്, ഹാഡ് ഷീ. ഇങ്ങനെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? ചില സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ലല്ലോ. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അവിടെ എസ് ഫോം ആണ് വെർബെങ്കിൽ ഡസ് ഉപയോഗിക്കുക ഹെൽപ്പിംഗ് വെർബായിട്ട്. അതേസമയം വെർബിന്റെ V1 ഫോം ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഡു ഉപയോഗിക്കുക. വെർബിന്റെ V2 ഫോം ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഡിഡ് ഉപയോഗിക്കുക. ഇത്ര ഓർത്താൽ മതി. ജെന്നി ഈറ്റ്സ് ചീസ്. അപ്പോൾ നോക്കൂ, ജെന്നി ഈറ്റ്സ് ആണ്. ഇവിടുത്തെ വെർബ് ഈറ്റ്സ് ആണ്, ഇവിടെ ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടില്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലേക്കുള്ള ഹെൽപ്പിംഗ് വെർബ് ഡു, ഡസ്, ഡിഡ് ഒന്നിലാവും. എസ് ഫോം ആയതുകൊണ്ട് ഡസ്. സെന്റൻസിൽ നോട്ട് ഇല്ലാത്തതുകൊണ്ട് ഡസിൻ്റെ ഒപ്പം നോട്ട് ചേർക്കണം ക്വസ്റ്റ്യൻ ടാഗിൽ. അപ്പം ഡസ് പ്ലസ് നോട്ടാണ് ഡസിൻ്റെ. ജെന്നി സ്ത്രീ ആണ്, അതുകൊണ്ട് ഷീ എന്നുള്ള പ്രൊനൗൺ ചേർത്തു. ഐ സെഡ് ദാറ്റ് ആൾറെഡി. ഇവിടെ നോക്കൂ, ഹെൽപ്പിംഗ് വെർബ് ഇല്ല, സെഡ് ആണ്. സേ, സെഡ്, സെഡ് ആണ്. സേ, സെഡ്, സെഡ്. V2 ഫോം ആണ് വന്നിട്ടുള്ളത്. V2 ഫോം വരുമ്പോൾ ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഡിഡ് ഉപയോഗിച്ചു. ഇനി സെന്റൻസിൽ നോട്ട് ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ഉപയോഗിച്ചു. ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻ്റെ ആണ്. ഇനി അവിടുത്തെ പ്രൊനൗൺ ഐ ആണ്, അപ്പം ഡിഡിൻ്റെ ഐ. ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. അടുത്തത് കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ. എന്താണ് വരിക? ഫർദർ ആണോ, ഫ്യൂവർ ആണോ, ഫർദസ്റ്റ് ആണോ, ഫാർദർ ആണോ? അവിടെ കാലിക്കറ്റ് ഈസ് ഫാർദർ ദാൻ കണ്ണൂർ എന്നാണ് വരിക. എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം? എങ്ങനെ ഇത് മനസ്സിലാക്കുക? ഫാർ എന്നുള്ള ഒന്നെടുത്താൽ ഫാർ നമുക്ക് പലപ്പോഴും ഡിസ്റ്റൻസിനെ കാണിക്കുന്ന അഡ്ജക്റ്റീവാണ്. But the store is quite far from here. സ്റ്റോർ ഇവിടെ നിന്ന് വളരെ ദൂരത്തിലാണ്. ഫാർ എന്ന് ഉപയോഗിക്കുക അവിടെ. ഷീ ലിവ്സ് ഫാർ അവേ ഇൻ അനദർ കൺട്രി. അവൾ വളരെ ദൂരത്തുള്ള ഒരു രാജ്യത്താണ്
ജീവിക്കുന്നത്. അവിടെ ഫാർ എന്ന് പറഞ്ഞാൽ ദൂരത്തെ കാണിക്കുന്നു. ഈ ഫാറിന്റെ കമ്പാരേറ്റീവ് അഡ്ജക്റ്റീവാണ് ഫാർദർ. നമ്മളിപ്പോൾ പറയാറില്ലേ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് എന്ന് പറയുന്നത് ആരെയും കമ്പയർ ചെയ്യാല്ലാത്തപ്പോഴാണ്. രാമ ഈസ് എ ഗുഡ് ബോയ്. പക്ഷേ രാമനെയും രാവണനെയും കമ്പയർ ചെയ്യുമ്പോൾ രാമ ഈസ് ബെറ്റർ ദാൻ രാവണ എന്ന് പറയാൻ പറ്റും. രാമ ഈസ് ബെറ്റർ ദാൻ രാവണ. രാവണനേക്കാൾ ബെറ്റർ ആണ്. പക്ഷേ രാമനാണ് എല്ലാവരിലും വെച്ച് ഏറ്റവും നല്ലത് എന്ന് പറയാൻ രാമ ഈസ് ദ ബെസ്റ്റ് എന്നാ പറയാ. അവിടെ ബെസ്റ്റ് ആണ് എല്ലാവരിലും വെച്ചിട്ട്. അപ്പൊ എല്ലാവരിലും വെച്ച് കൊടുക്കുമ്പോൾ സൂപ്പർലാറ്റീവ്, രണ്ടാളെ വെച്ചെടുക്കുമ്പോൾ കമ്പാരേറ്റീവ്, ബെറ്റർ. അതുപോലെ തന്നെ ഫാറിന് ഒരാളെയും കമ്പയർ ചെയ്യാനില്ല, അതിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് വെച്ചാൽ ഫാർ പറയും. എന്നാൽ മറ്റൊന്നിനേക്കാൾ ദൂരത്താണ് എന്ന് പറയുന്നതിന് നമ്മൾ ഫാർദർ എന്നാണ് പറയുക. അവിടെ കമ്പാരേറ്റീവ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ആ കമ്പാരേറ്റീവ് ആണ്. അതായത് കാലിക്കറ്റും കണ്ണൂരും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഫാർദർ എന്താണ്? കാലിക്കറ്റ് ആണ്. ആ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, കാലിക്കറ്റ് ഈസ് ഫാർദർ ദാൻ കണ്ണൂർ. അവിടെയാണ് കമ്പാരേറ്റീവ് ഡിഗ്രിയിലാണ് പറയുന്നത്. വിച്ച് സിറ്റി ഈസ് ഫാർദർ? മുംബൈ ഓർ ബാംഗ്ലൂർ? മുംബൈ ആണോ ബാംഗ്ലൂർ ആണോ കൂടുതൽ ദൂരം? രണ്ടെണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ ഫാർദർ പറയുന്നത്. ദേ വാക്ക്ഡ് ഫാർദർ ആൻഡ് ഫാർദർ ഇൻ ടു ദ ഫോറസ്റ്റ്. അങ്ങനെയും പറയും. ഇനി ഫർദസ്റ്റ് ആണ്. ഇത് സൂപ്പർലേറ്റീവ് ആണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റിലെ ബെസ്റ്റ് സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് പോലെ എല്ലാറ്റിലും വെച്ചും ഏറ്റവും ദൂരത്ത്. ഓഫ് ദ 3 ഓപ്ഷൻസ്, അവിടെ 3 ഓപ്ഷൻ വരുന്നു. 2 വരുമ്പോഴാണ് ഫാർദർ ഉപയോഗിക്കുന്നത്, കമ്പാരേറ്റീവ് ഉപയോഗിക്കുന്നത്. ഇവിടെ 3 ഓപ്ഷനിൽ വെച്ചിട്ട് മാർസ് ഈസ് ദ ഫർദസ്റ്റ് പ്ലാനറ്റ്. അപ്പൊ ഫാർ, ഫാർദർ, ഫർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ എർത്ത്. ഷീ എക്സ്പ്ലോർഡ് ദ ഫർദസ്റ്റ് റീച്ചസ് ഓഫ് ദ കേവ്. കേവിന്റെ ഏറ്റവും ദൂരെയുള്ള, ഏറ്റവും എല്ലാറ്റിലും വെച്ച് ഏറ്റവും ദൂരെയുള്ള സ്ഥലത്തേക്ക് അവൾ പോയി. ഇനി ഫർദർ, എന്താണ് ഫർദർ എന്നുള്ള അർത്ഥം വരുമ്പോ ഇതിന് മൾട്ടിപ്പിൾ മീനിങ് ഉണ്ട്. അഡ്ജക്റ്റീവ് ആണ്. അഡീഷണൽ എന്നുള്ള അർത്ഥത്തിൽ ഫർദർ എക്സ്പ്ലനേഷൻ, ഫർദർ റിസർച്ച്. അഡ്വേർബ് ആവുമ്പോൾ ടു എ ഗ്രേറ്റർ ഡിഗ്രി ഓർ മോർ ഓവർ. ഹൗഎവർ ഫർദർ അനാലിസിസ് ഈസ് റിവീൽഡ് എ ഡിഫറൻറ്റ് റിസൾട്ട്. വെർബായിട്ട് ഉപയോഗിക്കും ടു അഡ്വാൻസ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ടു പ്രൊമോട്ട് എന്നുള്ള അർത്ഥത്തിൽ. ദേ ഫർദേർഡ് ദെയർ കോസ് വിത്ത് പീസ്ഫുൾ പ്രൊട്ടക്ട്സ്. ഇതാണ് ഫർദർ. അപ്പോൾ ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. ഇതാണ് അവിടുത്തെ കാര്യം. ഇനി അടുത്തത് ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. എന്ത് വരും എന്നുള്ളതാണ്. അവിടെ ഷീ വിൽ ഹാവ് റിസീവ്ഡ് ഹെർ പ്രൊമോഷൻ ആണ് കറക്റ്റ്. ഈ വിൽ ഹാവ് റിസീവ്ഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണ്? അതായത് നിങ്ങൾ ഇത് പാസ്റ്റ് ആണ് എന്ന് വിചാരിക്കുക, ഇത് ഇപ്പോ നൗ, ഇത് ഫ്യൂച്ചർ. നോക്കൂ, ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവാൻ പോകുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവും. അങ്ങനെ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവും. അവൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത് എപ്പോഴാണ്? അവൾക്ക് അടുത്ത വർഷം ജൂണോടുകൂടി പ്രൊമോഷൻ കിട്ടും. ഫ്യൂച്ചറാണ്. ഇപ്പൊ നമുക്കത് പാസ്റ്റ് 2023, ഇത് നൗ 2024 ഫെബ്രുവരി, ഇത് 2024 ജൂൺ. 2024 ജൂണോട് കൂടി അവൾക്ക് പ്രൊമോഷൻ കിട്ടും. ഒരു വെർബ്, ഒരു ആക്ഷൻ പൂർത്തിയാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഏതാണോ വെർബ്, ആ വെർബിന്റെ V3 ഫോം എടുക്കുക, അതിന്റെ മുന്നിലായിട്ട് വിൽ ഹാവ് കൊടുക്കുക. അത്രേ വേണ്ടുള്ളൂ. സിമ്പിൾ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ റിസീവ് ആണ്. ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൽ റിസീവ് ആണ്. വിൽ റിസീവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്. അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ആവുന്നതാണ് അല്ല. വിൽ റിസീവ് എന്ന് പറയുന്നത് അവിടെ ഫ്യൂച്ചറിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഹാസ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഇതാ ഇപ്പണ്ട് കംപ്ലീറ്റ് ആയ കാര്യത്തിനാണ്, ഇതെപ്പണ്ട് കിട്ടി. അപ്പൊ ഷീ ഹാസ് റിസീവ്ഡ്, ഇപ്പൊ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനാണ് ഹാസ് റിസീവ്ഡ് ഉപയോഗിക്കുക. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. ഇവിടെ ബൈ ദ ടൈം നെക്സ്റ്റ് ഇയർ, ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ
വിൽ ഹാവ് റിസീവ്ഡ് ആണ്, ഫ്യൂച്ചറിൽ ഒരു പോയിന്റിൽ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫോമാണ് നമ്മൾ പഠിച്ചു. എന്താണ്? വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. എങ്ങനെയാണെങ്കിൽ ഹാവ് ആണ് വരിക, ഹാസ് വരില്ല. വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഐ വിൽ ഹാവ് ബീൻ ഹിയർ ഫോർ 6 months. നോക്കൂ, വിൽ ഹാവ് പ്ലസ് V3 ഫോം ആണ്. ബൈ ദ ടൈം യു റീഡ് ദിസ് ഐ വിൽ ഹാവ് ലെഫ്റ്റ്. നിങ്ങളിത് വായിച്ചിരിക്കുമ്പോഴേക്കും ഫ്യൂച്ചറിലൊരു കാര്യമാണ്, ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കും. അവിടെ നോക്കൂ, വിൽ ഹാവ് പ്ലസ് V3. യു വിൽ ഹാവ് ഫിനിഷ്ഡ് യുവർ റിപ്പോർട്ട് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. അവിടെ നോക്കൂ, വിൽ ഹാവ് പ്ലസ് V3 ആണ്. വോണ്ട് ദേ ഹാവ് അറൈവ്ഡ് ബൈ 5. 5 മണിയാകുമ്പോഴേക്കും അവരെത്തുമോ? ഇവിടെ നോക്കൂ, വിൽ പ്ലസ് നോട്ട് ആണ് വോണ്ട്. ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. വിൽ യു ഹാവ് ഈറ്റൺ? കണ്ടോ, വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ അത് മനസ്സിലാക്കുക എങ്ങനെയാണ്? ഇതിന്റെ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ബിഫോർ, ബൈ ദ ടൈം, ബൈ എ സ്പെസിഫിക് ടൈം, വെൻ, ആഫ്റ്റർ, ബൈ ദെൻ, അണ്ടിൽ, ബൈ ദ എൻഡ് ഓഫ്. ഇതൊക്കെ ഇതിന്റെ കീവേഡ്സ് ആണ്. ഇങ്ങനെയൊക്കെ സെന്റൻസ് വരുമ്പോൾ അവിടെ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ ബൈ വന്നിട്ടുണ്ട്. കണ്ടോ, ബൈ ദ ടൈം, കണ്ടോ, ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് വരിക അധികപക്ഷവും. ക്ലിയർ ആയല്ലോ? വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ. ഇവിടെ വരുമ്പോൾ വെൻ ഡു യു വിഷ് ഡാഷ് സ്റ്റാർട്ട് ആണോ, സ്റ്റാർട്ടിംഗ് ആണോ, ടു സ്റ്റാർട്ട് ആണോ, ഫോർ സ്റ്റാർട്ട് ആണോ? ഇവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് വരിക. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് ഫോമാണ്. അത് പല സ്ഥാനം വഹിക്കും ഒരു സെന്റൻസിൽ. ഇത് ഒരിക്കലും വെർബായിട്ട് ആക്ട് ചെയ്യില്ല, മറിച്ച് പലപ്പോഴും നൗണായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ഉണ്ടാക്കുക. റൈറ്റ് എന്നുള്ള വാക്കിന്റെ ഒപ്പം ടു ചേർത്താൽ ടു റൈറ്റ്, നോട്ട് ചേർക്കണമെങ്കിൽ നോട്ട് ടു റൈറ്റ്. ടു റീഡ് ആണെങ്കിൽ ടു റീഡ്, നോട്ട് ടു റീഡ്. ടു സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പ് ആണെങ്കിൽ ടു സ്ലീപ്പ്, നോട്ട് വെക്കണമെങ്കിൽ നോട്ട് ടു സ്ലീപ്പ്. ഇതൊരിക്കലും ഒരു വെർബായിട്ടല്ല, വെർബ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക, പക്ഷെ അത് നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, അത് നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സബ്ജക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടോ ഒക്കെ ആക്ട് ചെയ്യും. ചിലപ്പോൾ ഈസ് എന്നുള്ള വെർബിന്റെ എന്തായിരിക്കും, അത് കൂടുതൽ ഒരു ലിങ്കിങ് വെർബ് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ ഇവിടെ നോക്കൂ, സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ടു ഡ്രീം റിക്വയേഴ്സ് ഇൻക്രെഡിബിൾ കറേജ്. അപ്പൊ റിക്വയേഴ്സ് ഇൻക്രെഡിബിൾ കറേജ് വന്നിട്ട് ഡ്രീം തന്നു, ഡ്രീമിങ് തന്നു, ടു ഡ്രീം തന്നു ഒക്കെ വന്നാൽ നിങ്ങൾ അറിയണം ടു ഡ്രീമാണ് വരിക. കാരണം എന്താ, അത് അതാണ് ശരിക്കും ഒരു നൗണായിട്ട് ആക്ട് ചെയ്യുക. ഡ്രീമിങ് നൗൺ തന്നെയാണ്, പക്ഷെ ഇവിടെ ബെസ്റ്റ് ടു ഡ്രീം റിക്വയേഴ്സ് ഇൻക്രെഡിബിൾ കറേജ്. ഇവിടെ നിങ്ങൾക്ക് ഈ സെന്റൻസ് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ അവിടെ ആ ടു ഡ്രീമിന് പകരം സംതിങ് എന്ന് കൊടുക്കുക. സംതിങ് റിക്വയേഴ്സ് ഇൻക്രെഡിബിൾ കറേജ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സെന്റൻസിൽ നിങ്ങൾ നോക്കൂ, വെൻ ഡു യു സംതിങ്, കുഴപ്പമില്ല അല്ലേ? വെൻ ഡു യു സംതിങ്, അല്ലെങ്കിൽ വെൻ ഡു യു എന്താ പറയുക, സംതിങ് എന്ന് വെൻ ഡു യു വിഷ് സംതിങ് എന്ന് കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഒരു സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തകരാറും വരുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ വെർബിന്റെ ടു വെച്ചിട്ട് കൊടുക്കാം, ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. കാരണം ഇവിടെ എന്താണ്, യു വിഷ് സംതിങ് എന്നാണ് വരുന്നത്. യു വിഷ് സംതിങ് എന്താണ് അവിടെ? സംതിങ് ടു സ്റ്റാർട്ട്, യു വിഷ് ടു സ്റ്റാർട്ട്. അവിടെ ടു സ്റ്റാർട്ട് നൗൺ ആയിട്ട് നിൽക്കുകയാണ്, അത് ഓർത്താ വെച്ചാൽ മതി. യു വിഷ് സംതിങ് അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. അതവിടെ സംതിങ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുവെച്ചാൽ നമുക്ക് അവിടെ ടു വെച്ചിട്ടുള്ള വെർബ് വെച്ചിട്ട് കൊടുക്കാം. ഹി വാണ്ടഡ് സംതിങ്, നോക്കൂ, ഹി വാണ്ടഡ് സംതിങ്. അവിടെ നോക്കൂ, ഹി വാണ്ടഡ് ടു ക്രൈ. അവർ എയിം ഈസ് ടു ഇംപ്രൂവ്, അവർ എയിം ഈസ് സംതിങ്. കണ്ടോ, അതായത് ഒരു നൗണായിട്ട് അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് ഈ ടു പ്ലസ് വെർബ് വെച്ച് കൊടുക്കാം. ദ റാറ്റ് റൈസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിങ്. എന്താണ് എന്നുള്ളതാണ് അർത്ഥം. റാറ്റ് റൈസ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ ആണ്. അധികാരത്തിന് വേണ്ടിയുള്ള കടുത്ത മത്സരത്തെയാണ് റാറ്റ് റൈസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് എന്താണ് റാറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ?
ഇത് ആധുനിക ജീവിതത്തിൽ വന്നിട്ടുള്ള, മോഡേൺ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അവിടെ ആളുകൾ തമ്മിൽ പരസ്പരം മത്സരിക്കും അധികാരത്തിനും പണത്തിനും വേണ്ടിയിട്ട്. ഇത് ആധുനിക സമൂഹത്തിൽ കാണുന്ന ഒന്നാണ്. ചെറുതും വലുതുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പരസ്പര മത്സരത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരത്തിനോ സമ്പത്തിനോ വേണ്ടിയിട്ടുള്ള മത്സരം. അതുകൊണ്ടാണ് മത്സരാധിഷ്ഠിതമായ ഒരു ലോകം എന്ന് തന്നെ പറയുന്നത്. എല്ലായിടത്തും മത്സരമാണ്. PSCയും മത്സരമാണ്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ PSC ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഹാപ്പിയായി നിങ്ങൾ അതുപോലെ തന്നെ കൂളായി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ മത്സരിക്കാൻ നമുക്ക് പറ്റും. കാരണം മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും. കാരണം PSC മത്സരം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് അല്ല. എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രം നടക്കുന്ന ഒളിമ്പിക്സ് അല്ല, പല തവണ അത് നടക്കുന്നുണ്ട്. ഒളിമ്പിക്സും പല തവണ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിന് ടൈം സ്പാൻ കിട്ടും. ഒരു 1.5 വർഷം എടുത്ത് ഹാപ്പിയായി കൂളായി റിലാക്സ്ഡ് ആയി കാര്യങ്ങളൊക്കെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കയറാവുന്നതേ ഉള്ളൂ. പരസ്പരമുള്ള മത്സരത്തെക്കാൾ ഏറ്റവും ബെസ്റ്റ് അവനവനോട് തന്നെ മത്സരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ അർഹമായ ആ സ്ഥാനം കിട്ടുക തന്നെ ചെയ്യും, ജോലി കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ അത് ഒരു എന്താ പറയുക, മനസ്സമാധാനത്തോടെ നാളെ തന്നെ ജോലി എന്നുള്ളത് ഉറപ്പിക്കാതെ, എന്നാൽ നാളെ കിട്ടുകയെന്ന് വെച്ചാൽ കിട്ടട്ടെ. ഇപ്പം ഞങ്ങൾ പറയുക, ഞങ്ങളുടെ 25 മൊഡ്യൂളും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്ന മുറയ്ക്ക് ഈ ജോലി കിട്ടുമെന്നാണ്. അപ്പോൾ അതിനുള്ള സമയം എടുത്തുകൊണ്ട് പഠിച്ചു പോവുക. ഇത് കൂളായി റിലാക്സ്ഡ് ആയി ഹാപ്പിയായി. അങ്ങനെ നിങ്ങൾക്കൊരു കോഴ്സിന് ചേരണമെന്നുണ്ടെങ്കിൽ 10th ലെവലുള്ള എല്ലാ എക്സാമുകൾക്കും കൂടി 2053 രൂപയാണ് നമ്മുടെ കോഴ്സ്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ 8075963937 എന്നുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ ഒരു റാറ്റ് റേസ് അല്ല, ഒരു കിടമത്സരമല്ല, മറിച്ച് എന്താണ്, എൻജോയ് ചെയ്തുകൊണ്ട്, ഈ യാത്ര എൻജോയ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങളത് അച്ചീവ് ചെയ്തിരിക്കും. നിങ്ങൾക്കുള്ള ആ അറിവ് നിങ്ങൾ നേടിയെടുക്കുമ്പോൾ 25 മൊഡ്യൂളുകളിലാണ് 1.5 വർഷം സമയം തന്നുകൊണ്ട് ഈ LDC കഴിഞ്ഞാലും ഇനിയും എക്സാമുകൾ വരുന്നുണ്ട്. സർക്കാർ ജോലി കിട്ടുന്നത് വരെയാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. പക്ഷേ അത് ഭാഗ്യക്കുറിയല്ല, നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സമാധാനവും കിട്ടും. ഈ അർജൻസി വരുമ്പോഴാണ് നമ്മൾ ടെൻസ്ഡ് ആവുക. അർജൻസിയെ ഒഴിവാക്കുക, മറിച്ച് ഇമ്പോർട്ടൻസിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.